മണിക്കുഞ്ഞുങ്ങൾക്ക് രാത്രിത്തെ ഭക്ഷണം കൊടുക്കേണ്ട സമയമൊക്കെ ആയിട്ട് അവർക്ക് നല്ല വിശപ്പായി തുടങ്ങിയതുകൊണ്ട് ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഗുണ്ടുമണി എൻ്റെ പിന്നാലെ ഇങ്ങോട്ട് അകത്തേക്ക് പോന്നു. അവൻ അടുക്കളയിൽ ഉമ്മർത്ത കിടന്നിരുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ പിന്നാലെ അങ്ങോട്ട് പോകുന്നു. അടുക്കളയിലേക്ക് വന്നു. അവൻ വർക്ക് ഏരിയയിലേക്ക് വന്നു. വർക്ക് ഏരിയയിലാണ് ഞാൻ അവർക്കുള്ള ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായിട്ടില്ല. അപ്പോൾ അവൻ എൻ്റെ കൂടെ വന്നിട്ട് അവിടെ വർക്ക് ഏരിയയിൽ വന്ന് നിൽക്കുകയായിരുന്നു. കുറച്ച് നേരം ഞാൻ അവനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അത് കഴിഞ്ഞ് താഴെ വെച്ചപ്പോൾ അവ അവിടെ പിണങ്ങിയ പോലെ അവ അവിടെ കിടന്നു കുറച്ച് നേരം. ഈ ഫുഡ് ഉണ്ടാക്കണത് നോക്കി കിടക്കുക തന്നെയാണ് ആള്. അവന് നല്ല വിശപ്പായി തോന്നുന്നുണ്ട്. ഇവരിപ്പോൾ 2 നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറും കഞ്ഞി പോലെ ആക്കിയിട്ട് 2 നേരം കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഭക്ഷണമൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ ആ പാത്രം എടുത്ത് പുറത്തേക്ക് വന്നപ്പോഴാണ് അവൻ എൻ്റെ പിന്നാലെ വന്നത്. അതിൽ കുറച്ച് വെള്ളം, കഞ്ഞിവെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ പാത്രത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നടക്കുന്നത്. ഗുട്ടുമണി എൻ്റെ പിന്നാലെ എൻ്റെ കാലിൻ്റെ ഇടയിൽ തട്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. 1-2 പ്രാവശ്യം അവന് ഞാൻ തട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പുറത്തുള്ളവരൊക്കെ കൂടിയിട്ട് അമ്മയുടെ ചുറ്റും കൂടി നിൽക്കുമായിരുന്നു. മണിക്കുട്ടിയുടെ ചുറ്റുമാണ് ബാക്കി 3 പേരുണ്ടായിരുന്നത്. പക്ഷേ ഫുഡ് ഞാൻ ഇതാ കൊണ്ടുവരുന്നു എന്ന് കണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ വെള്ളയും കറുപ്പും കുട്ടി ഓടി വന്നു. അവന് പെട്ടെന്ന് സ്മെല്ല് കിട്ടിയെന്നുണ്ട്. മറ്റുള്ള 2 ആളും അമ്മയുടെ അടുത്തായിരുന്നത്, അവരും ഓടി വന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പായതിൻ്റെ ലക്ഷണമാണത്. പാത്രം വയ്ക്കുമ്പോഴേക്കും അവർ ഭക്ഷണം ആർത്തിയോടെ